ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ആൻ്റണി. വീട്ടിൽ വിളിക്കുന്നത് കുഞ്ഞുമോന്ന് വിളിക്കും. നിങ്ങൾ ഒഫീഷ്യലായിട്ട് ആൻ്റണി. ചേട്ടൻ എത്ര കൊല്ലമായി കുരുമുളക് കൃഷി ചെയ്യുന്നു? ഞങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ചേട്ടനായിട്ടേ തുടങ്ങിയതാണ്. ചേട്ടനായിട്ട് വരുമ്പോൾ ഇപ്പോൾ വർഷങ്ങളായി പറഞ്ഞാൽ പിന്നെ പുതിയ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വന്നതാണ്. ഇങ്ങനെ കല്ലേലുള്ള കണ്ടുപിടുത്തൊക്കെ ജ്യേഷ്ഠം മരിച്ചിട്ട് ഇപ്പോൾ 4 കൊല്ലമായി. അതിന് മുമ്പ് ഒരു 4 കൊല്ലം മുമ്പാണ് ഈ കല്ലേല കണ്ടുപിടുത്തം. 5 വർഷമായല്ലോ ഈ കല്ലേല കണ്ടുപിടുത്തം. ഈ കുടിയേരി മറ്റേ വേരലൊക്കെ നേരത്തെ തന്നെ ഇങ്ങനെ മരത്തിലിങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു കയറ്റം ചെയ്യുന്നത് നമ്മൾ മറ്റേ ഇത് കെട്ടുന്ന സിങ്കിലല്ല, ചെളിയിലല്ല കെട്ടുന്നത്. അപ്പം നമ്മൾ ഈ കയറ്റി കൊടുത്തതെന്ന് വെച്ചാൽ നമുക്ക് നിലത്തുനിന്ന് പറിക്കാം. എന്നിട്ട് നമ്മൾ എന്തിനു കഴിഞ്ഞാൽ മറ്റേ ഇതിപ്പം കൊച്ചു കുട്ടികൾക്കോ പിള്ളേർക്കാണെങ്കിലും വൈഫിനാണെങ്കിലും കൈകാര്യം ചെയ്യാം. അല്ലാതെ നമ്മളിപ്പോൾ ഒരാൾക്ക് ചിലവ് 1200 രൂപ കൂടി വെച്ചിട്ട് ഭദ്രത പഠിക്കണമെങ്കിൽ പിന്നെ പിറ്റേന്ന് കിട്ടുന്നതും പിറ്റേന്ന് കിട്ടും ഒരു 2 കിലോ മുളക് ഈ പഠിക്കുന്നത് അത് കിട്ടുമ്പോൾ പിറ്റേന്ന് കിട്ടും. ഇതിൽ നിന്ന് കിട്ടും. അപ്പം നമുക്ക് ഇതായതിൻ്റെ മെച്ചം. അപ്പോൾ ഇതിൽ ഒരാൾക്ക് കയറാൻ ഇതിൻ്റെ മുകളിൽ കയറി പറിക്കാൻ എത്ര രൂപ കൊടുക്കേണ്ടി വരും ഏകദേശം? അത് പിന്നെ ഒരു 1200 രൂപ ഒരു ദിവസത്തേക്ക്. അപ്പോൾ ഇത് കൂടെ ഒരു മുളകുള്ള പൊടിയാണ് ഒരു 5 പൊടി 4 പൊടി 5 പൊടി അരിയിലെ പറിക്കും. അപ്പോൾ ഇതായിരിക്കും കുറച്ചുകൂടെ കർഷകർക്ക് ലാഭം ഉണ്ടാകും. കന്നേലൊന്നും കയറാൻ പാടില്ല. പക്ഷേ അങ്ങനത്തെ ഒന്നും സാധനം ആരുടെയൊന്നും ഞാൻ വായിക്ക് കൂട്ടുന്ന കഴിക്കില്ല. പുള്ളി എത്തിയിട്ട് കൊടുക്കുന്നത് രാസവളം. ഈ ഭൂമിയിൽ രാസവളം കണ്ടിട്ടില്ല, ഞാൻ ചെല്ലിട്ടില്ല. അതുപോലെ റബ്ബർ രാസവളം ഞാൻ കാണാത്ത ആ റബ്ബറും രാസവളം കണ്ടിട്ടില്ല. റബ്ബറിന് പോലും ചെയ്യില്ല. റബ്ബർ വെട്ട് ഒരു വർഷം 50-60 വെട്ട് കിട്ടും. 60 വെട്ടി അതാണ് 60 വെട്ടുന്നോ 100 വെട്ടുന്നോ നമുക്ക് ഉൽപ്പാദനം ആകാനാണ്. കുറഞ്ഞ വെട്ടുന്ന നമുക്ക് കൂടുതൽ ഉൽപ്പാദനം കിട്ടും. ഇന്ന് നാം വീഡിയോയിലൂടെ പരിചയപ്പെട്ടത് കൂരാച്ചുണ്ടിലെ കർഷകൻ ആൻ്റണിയെയാണ്. കരിമുണ്ട ഇനത്തിലുള്ള കുരുമുളക് കൃഷിയാണ് ഇവിടുത്തെ മുഖ്യ സവിശേഷത. കുരുമുളക് തോട്ടത്തിൻ്റെ നടുവിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. കൃഷിയും ജീവിതവും ഒരേ മണ്ണിൽ ചേർന്നിരിക്കുന്നത് പോലെ. ഇടവിള കൃഷിയായി ഇഞ്ചിയും പാവയ്ക്കയും വളർത്തുന്ന ഈ നിലം പൂർണ്ണമായും ജൈവ രീതിയിലാണ് പരിപാലിക്കുന്നത്. രാസവളങ്ങളില്ലാത്ത ഈ മണ്ണ് പ്രകൃതിയോടുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ തെളിവാണ്. ചുവന്ന കല്ലുകൾ കെട്ടി കുരുമുളക് വളർത്തുന്ന സഹോദരന്റെ ആശയത്തിന് ജീവൻ നൽകിയിരിക്കുന്നത് ആൻ്റണിയുടെ കരങ്ങളും മനസ്സുമാണ്. സ്നേഹവും പരിശ്രമവും ചേർന്നാൽ മണ്ണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അതിന് ഉത്തമ ഉദാഹരണമാണ് ആൻ്റണിയുടെ കൃഷിയിടം.